ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റൈൽ ആൻഡ് ഫുട്ബോൾ. സോ ട്രാൻസ്ഫർ മാർക്കറ്റിങ്ങിനെ തിരക്കേറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രീ സീസണിൻ്റെ ചൂടെത്തി എല്ലാ ക്ലബ്ബുകൾക്കും. ആർസണൽ പ്രീ സീസണിന് വേണ്ടി ഏഷ്യൻ ടൂർ ഈ വീക്കെൻഡ് പുറപ്പെടും എന്നുള്ളതാണ്. AC മിലാൻ, ന്യൂകാസിൽ യുണൈറ്റഡ്, ടോട്ടൻഹാം ഹോട്ട്സ്പർ എന്നീ 3 ടീമുകൾക്കെതിരെ പ്രാക്ടീസ് മാച്ച് ഉണ്ട് ഈ ഏഷ്യൻ ടൂറിലെ ആർസണലിൽ. സോ ആർസണൽ സ്പോർട്ടിങ്ങുമായിട്ടൊരു വടംവലി തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അപ്പം അതിൻ്റെ ഒരു പോസിറ്റീവ് പര്യവസാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ടെങ്കിലും ആ വടംവലി അവിടെ കഴിഞ്ഞിട്ടില്ല. ആ ഫിനിഷ് ലൈൻ ഒന്നും അങ്ങോട്ട് കടന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സ്ട്രൈക്കറായ വിക്ടർ ഗോയിക്കേസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. സോ ഇപ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തൊരു വീക്കെൻഡോടുകൂടി പ്ലെയറിൻ്റെ മെഡിക്കലും കാര്യങ്ങളൊക്കെ വരും. ആ ഒരു പ്രീ സീസൺ ടൂറിന് മുമ്പായിട്ട് തന്നെ ഒരു തീരുമാനമാകും എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഇപ്പോഴും അതെങ്ങനെ ഈ വീഡിയോ എടുക്കുന്നവരെ ആ ഒരു കാര്യത്തിലൊരു തീരുമാനം കണ്ടെത്താനായിട്ട് രണ്ട് ക്ലബ്ബുകൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആ ബോണസസിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോഴും ചെറിയ ഒരു അസ്വാരസ്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതെന്തായാലും ഉടനെ തന്നെ സോർട്ട് ഔട്ട് ചെയ്യപ്പെടുമെന്നുള്ളതാണ്. പ്രീ സീസണിൽ തുടക്കം മുതലില്ലെങ്കിലും ആ ഒരു ഏഷ്യൻ ടൂറിൻ്റെ പകുതിക്ക് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവോൾവ്മെൻറ്റ് വിക്ടർ ഗോയിക്കേസിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വിക്ടർ ഗോയിക്കേസിൻ്റെ പോർച്ചുഗലിലെ വീട് ഒഴിപ്പിക്കുന്ന ചിത്രങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ചിത്രമൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ആ പ്ലെയർ പോർച്ചുഗൽ വിട്ട് നോർത്ത് ലണ്ടനിലേക്ക് ചേക്കേറുന്നതിൻ്റെ സൂചനകളായിട്ട് എല്ലാവരും അതിനെ കണക്കാക്കുന്നു എന്നുള്ളതാണ്. സോ ആ ഒരു വടംവലി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മറ്റൊരു വടംവലി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. സോ നമ്മുടെ നെക്സ്റ്റ് സൈനിങ് ആരാണെന്നുള്ളത് റോഡ്രിഗോ ആണോ എബ്രച്ചിയേഴ്സ് ആണോ? റോഡ്രിഗോയുടെ കാര്യം ആദ്യമേ പറയട്ടെ, അതെന്തായാലും പെട്ടെന്നൊന്നും ഒരു തീരുമാനമാവാത്ത കേസാണ്. കാരണം റോഡ്രിഗോൻ്റെ പിറകെ നമ്മൾ മാത്രമല്ല, ഒരുപാട് മേജർ ക്ലബ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ റോഡ്രിഗോ റയൽ മാഡ്രിഡ് വിടുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ചിത്രം ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സോ റോഡ്രിഗോ റയൽ മാഡ്രിഡ് വിടുമെന്ന് ആദ്യം അറിയണം. ആൻഡ് റോഡ്രിഗോയുടെ പിറകെ ഒരുപാട് വലിയ ക്ലബ്സ് ഉണ്ട്. ബയൺ മ്യൂണിക്ക് അടക്കം ഒരുപാട്, ലിവർപൂളും ആർസണൽ അടക്കം ഒരുപാട് വലിയ ക്ലബ്ബുകളുണ്ട്. സോ നല്ല ലെങ്ത് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഈ ട്രാൻസ്ഫർ വിൻഡോൻ്റെ ടൈം ലൈനിൽ നല്ല ലെങ്ത് തന്നെ ഈ ഒരു റോഡ്രിഗോ ട്രാൻസ്ഫർ എടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ള എബ്രച്ചിയേഴ്സിയുടെ കാര്യമാണ്. പ്ലെയർ ഒരു ഗ്രീൻ ലൈറ്റൊക്കെ നമുക്ക് നേരത്തെ തന്നതായിട്ടൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും ആ ഡീലിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. സോ അതിൻ്റെ ഇടയിലേക്കാണ് ഒരു പുറത്തുനിന്നൊരു മൂന്നാമതൊരു ആളുടെ ഒരു ഡ്രാസ്റ്റിക് എൻട്രി ഇവിടെ വരുന്നത്. RB ലെപ്സിഗിൻ്റെ പ്ലെയറായ സാവി സിമൺസ് ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. സോ പ്ലെയർ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡച്ച് പ്ലെയറാണ്. സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും വിങ്ങറായിട്ടും കളിക്കാൻ കഴിയുന്ന പ്ലെയറാണ്. 5 അടി 10 ഇഞ്ച് ഉയരമുള്ള പ്ലെയറാണ്. ആൻഡ് ലാമാസി അക്കാഡമി വഴി ഡെവലപ്പായി വന്ന പ്ലെയറാണ്. അതിനുശേഷം PSG പോയി ഫ്രാൻസിൽ. അവിടെ നിന്ന് പിന്നീട് നെതർലൻഡ്സിലേക്ക് PSVയിലേക്ക് 2022 പ്ലെയർ 1 വർഷം കളിക്കാൻ പോയിരുന്നു. അതിനുശേഷം തിരിച്ച് PSG വന്നെങ്കിലും ഉടനെ തന്നെ RB ലെപ്സിഗിലേക്ക് ജർമ്മനിയിലേക്ക് ആളെ ലോൺ ഔട്ട് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അവിടെ പെർമനൻറ്റ് സൈനിങ് ആയിട്ട് തുടരുന്നു. സോ പ്ലെയർ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ RB ലെപ്സിഗ് വിടാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ റിപ്പോർട്ട്സൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ അറിയാൻ കഴിയുന്ന പ്ലെയർ പ്രീമിയർ ലീഗിലേക്ക് ഒരു പ്രിഫറൻസ് വെക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ആർസണലും ചെൽസിയും ഈ പ്ലെയറിൻ്റെ സിഗ്നേച്ചറിന് വേണ്ടി റേസിൽ ഇറങ്ങുന്നു എന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത് എന്നുള്ളതാണ്. സോ ആർസണലും ചെൽസിയും തമ്മിൽ അഗെയിൻ ഒരു വടംവലി വരാൻ പോവുകയാണ്. ഇപ്പോൾ ഓൾറെഡി എബ്രച്ചിയേഴ്സിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ ആർസണലിൻ്റെ ഒരു ടോക്കിന് ശേഷം ചെൽസി ഈ അടുത്ത് പ്ലെയറിൻ്റെ ഏജൻസിയായിട്ട് സംസാരം തുടങ്ങി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നതാണ്. സോ ഓൾറെഡി ആ ഒരു കാര്യത്തിൽ വടംവലി വരുമെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അതിനൊരു പകരക്കാരനെന്നോളം വന്ന ആളുടെ കാര്യത്തിലും രണ്ട് ക്ലബ്ബുകളും ഒരു വടംവലിയിലേക്ക് ഇറങ്ങുകയാണ് എന്നുള്ളതാണ്. സോ ഇനി ഒരു കാര്യം പറയാനുള്ളത്, നോനി മഡൂക്കൻ്റെ ചെൽസിയിൽ നിന്നുള്ള വിങ്ങറായ നോനി മഡൂക്കൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ആർസണൽ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ക്രിസ്ത്യൻ മോസ്കുരേൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഫോട്ടോയും ആർസണലിൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് ലീക്കായി പോയി. എന്തായാലും ക്രിസ്ത്യൻ മോസ്കുരയും നോനി മഡൂക്കയും ഉടനെ തന്നെ ക്ലബ്ബിൽ ജോയിൻ ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഈ വീക്കെൻഡോടെ തന്നെ അതിനൊരു തീരുമാനവും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്. അത്യാവശ്യം ഡിലേ ആയിരുന്നെങ്കിൽ. ആൻഡ് നോനി മഡൂക്ക പറയുന്നതനുസരിച്ച് ആർസണലിലുള്ള എല്ലാ കോമ്പറ്റീഷനിലും ടീമിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം എന്നുള്ളതൊക്കെയാണ് നോനി മഡൂക്ക ക്ലബിനോട് ചേരുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ നല്ല കാര്യം. സോ ഈ നോനി മഡൂക്കേൻ്റെ ചെൽസി ടു ആർസണൽ ട്രാൻസ്ഫർ ഡീലിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിന്നത് അലി ബരാട്ട് എന്ന് പറയുന്ന ഫുട്ബോൾ ഏജൻറ്റാണ്. സോ സാവി സിമൺസ് ഇപ്പോൾ പ്രീമിയർ ലീഗിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലും അലി ബരാട്ടിൻ്റെ അടുത്ത് തന്നെ അസിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്സ് പ്രകാരം നമുക്ക് അറിയാൻ കഴിയുന്നത്. സോ അലി ബരാട്ട് എന്ന് പറയുന്ന ഫുട്ബോൾ ഏജൻറ്റ് ആൻഡ്രിയ ബർട്ടി ആയിട്ടും ചെൽസി ആയിട്ടും നല്ല ടേംസിലുള്ള ഒരു ഏജൻറ്റ് എന്നാണ് നമുക്കറിയാൻ റിപ്പോർട്ട്സിൽ പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ സാവി സിമൺസിൻ്റെ കാര്യത്തിൽ ആർക്കായിരിക്കും മുൻതൂക്കം, ചെൽസിക്കാണോ ആർസണലാണോ എന്നുള്ളതാണ്.
ഏറ്റവും പെട്ടെന്ന് കിട്ടിയ റിപ്പോർട്ട്സിൽ പറയുന്നത് ചെൽസിയുടെ അടുത്തേക്ക് ആയിരിക്കും അലിബരായിട്ട് സാവി സിമൻസിൻ്റെ കാര്യം കൊണ്ടുപോവുക എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ ആഴ്സണലിൻ്റെ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്. ആഴ്സണലും ചെൽസിയും ഈ റേസിലുണ്ട് എന്നുള്ളതാണ്. 56 മില്യൺ പൗണ്ട്സിന് ഈ പ്ലെയറിനെ വാങ്ങാൻ കഴിയും എന്നുള്ള രീതിക്കാണ് നമുക്ക് റിപ്പോർട്ട്സൊക്കെ വരുന്നത്. സോ ഇപ്പോൾ ഒരു ചോദ്യം വന്നു. ഇത്രയും നാൾ ആർസണൽ ഫാൻസിന് മുമ്പിലുണ്ടായ ചോദ്യം എന്ന് പറയുന്നത് റോഡ്രിഗോനെ ആയിരിക്കോ എബ്രച്ചിയസിനെ ആയിരിക്കോ, ഈ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും ആർസണൽ സൈൻ ചെയ്യാൻ പോകുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ആ ചോദ്യത്തിൽ നല്ലൊരു ചേഞ്ച് വന്നു, വേറൊരു ഡൈനാമിക്സ് വന്നു ഈ കാര്യത്തിലേക്ക്. ഇപ്പോൾ റോഡ്രിഗോനെ മാറ്റി നിർത്തി എബ്രച്ചിയസെ ഓർ സിമൻസ് ഓർ എബ്രച്ചിയസെ ആൻഡ് സിമൻസ്, ആ ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ ചർച്ചകൾ പോയി തുടങ്ങി എന്നുള്ളതാണ്. സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത് ആർസണൽ എബ്രച്ചിയസയിൽ തന്നെ കോൺസെൻട്രേറ്റഡ് ആണ്. 68 മില്യൺ പൗണ്ട്സ് ആണ് ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ ചേർത്തായാലും 68 മില്യൺ പൗണ്ട്സ് ആണ് ആർസണലിന് പേ ചെയ്യേണ്ടി വരിക എബ്രച്ചിയസിനെ സ്വന്തമാക്കാനായിട്ട്. അതേസമയം സാവി സിമൻസിന് 56 മില്യൺ പൗണ്ട്സ് മതി. രണ്ടുപേരും അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സാണ്. സാവി സിമൻസ് ആണെങ്കിൽ ലെഫ്റ്റ് വിങ് ആയിട്ടും റൈറ്റ് വിങ്ങിലൊക്കെ കളിക്കുന്ന പ്ലെയറാണ്. വിങ് പൊസിഷനിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലെയറാണ് സാവി സിമൻസ്. സോ ഇവിടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്ന എബ്രച്ചിയസയുടെ കാര്യത്തിൽ ആർസണൽ കോൺസെൻട്രേറ്റഡ് ആണ്. ആൻഡ് സാവി സിമൻസിന് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടാവണമെങ്കിൽ, ആർസണലിലേക്ക് ഒരു സ്കോപ്പ് ഉണ്ടാവണമെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഒരു പ്ലെയർ ആർസണൽ വിടണം എന്നുള്ളതാണ്. മാർട്ടിനെല്ലിയോ ട്രൊസാഡോ ആർസണൽ വിട്ടാലാണ് മേ ബി എബ്രച്ചിയസെ ആൻഡ് സിമൻസ് എന്നൊരു ഓപ്ഷൻ ആർസണൽ കൺസിഡർ ചെയ്യൂ എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഓൾറെഡി മാർട്ടിനെല്ലി എവിടെയും പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഓൾറെഡി ഇതിനു മുമ്പൊക്കെ കുറേ റിപ്പോർട്ട്സ് വന്നതാണ്. ട്രൊസാഡിൻ്റെ കാര്യത്തിൽ ബയൺ മ്യൂണിച്ചിലേക്ക് ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ പറഞ്ഞു. ട്രൊസാഡ് പിന്നെയും ക്ലബ്ബ് വിടാനുള്ള ഒരു സാധ്യത കുറച്ചും കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ ട്രൊസാഡ് പോവുകയാണെങ്കിൽ നമുക്ക് മേ ബി എബ്രച്ചിയസെ ആൻഡ് സിമൻസ് കിട്ടിയേക്കും എന്നുള്ളതാണ്. സോ ഇതിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രച്ചിയസെ ഓർ സിമൻസ് പ്ലസ് ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങർ, ട്രൊസാഡോ മാർട്ടിനെല്ലിയോ പോയി കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങറിനെ സൈൻ ചെയ്യണം, എബ്രച്ചിയസെ ഓർ സിമൻസ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എബ്രച്ചിയസെ ആൻഡ് സിമൻസ് ആണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. സോ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ റോഡ്രിഗോ എന്ന് പറഞ്ഞ പേര് കംപ്ലീറ്റ്ലി മിസ്സാക്കിയോ എന്നൊരു ചോദ്യവും വരും. സോ ഇപ്പോൾ ഇത്രയും നാളെ രണ്ടുപേരും നിന്നിരുന്നൊരു ചർച്ചയായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനകത്തേക്ക് മൂന്നാമതൊരാളും കൂടി കടന്നു വന്നു എന്നുള്ളതാണ്. എന്തായാലും ആർസണൽ അത്ര ഈസി ആയിരിക്കില്ല സാവി സിമൻസിൻ്റെ പെർസ്യൂട്ട് എന്ന് പറയുന്നത്, കാരണം ചെൽസിയും സീനിലുണ്ട് എന്നുള്ളതാണ്. ആർസണലിനെ പോലെ തന്നെ തുല്യമായിട്ടൊരു പ്രിഫറൻസ് അവർക്കും കിട്ടിയേക്കാം. ബയേണിന് ഇൻട്രസ്റ്റ് പറയുന്നുണ്ട്, പക്ഷേ പ്ലെയർ കുറച്ചുകൂടി ഞാൻ പറഞ്ഞ പോലെ പ്രീമിയർ ലീഗിലേക്കാണ് പ്രിഫറൻസ് വെക്കുന്നതെന്നാണ് റിപ്പോർട്ട്സ് വരുന്നത്. ഇതൊക്കെ ഏർലി റിപ്പോർട്ട്സ് ആണ്. വരും ദിവസങ്ങളിൽ നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ ഒരു സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടും എന്നുള്ളതാണ്. സോ എനിവേ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താരപ്പെടുത്താം. റോഡ്രിഗോ, എബ്രച്ചിയസെ, സിമൻസ്, ഈ 3 പേരിൽ ആരെയായിരിക്കും നിങ്ങൾ ആർസണൽ ക്ലബിലേക്ക് സജസ്റ്റ് ചെയ്യുക? നിങ്ങൾക്ക് ആർസണൽ ഫാൻ നിങ്ങൾക്ക് ആരാണ് നമ്മുടെ ക്ലബിലേക്ക് കടന്നു വരണം എന്നുള്ള, ഏത് ഡുവോ ആണ് കടന്നു വരണമെന്ന് ആഗ്രഹമുള്ളത് എന്ന് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവസാനം ബ്രയാൻ എംബൂമോൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം കണ്ടെത്താനായിട്ട് റൂബൻ അമോറിമിൻ്റെ ടീമിന് കഴിഞ്ഞു എന്നുള്ളതാണ്. 70 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു പാക്കേജ് ബ്രെൻഫോർഡ് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഫസ്റ്റ് ബിഡും സെക്കൻഡ് ബിഡും റിജക്ട് ചെയ്യപ്പെട്ടതിന് ശേഷം മൂന്നാമത്തെ ബിഡിലാണ് ബ്രെൻഫോർഡ് അഗ്രിമെൻറ്റിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. 65 മില്യൺ പൗണ്ട്സ് പ്ലസ് ആഡ് ഓൺസ് എന്നുള്ള രീതിയിൽ 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ എമൗണ്ട് പേ ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു പേയിങ് സ്ട്രക്ചർ ബ്രെൻഫോർഡ് ആക്സെപ്റ്റ് ചെയ്തു. ആൻഡ് ഫൈനലി ബ്രയാൻ എംബൂമോ ടു മാൻ യുണൈറ്റഡ് സാഗ ഈസ് ഒഫീഷ്യലി ഓവർ എന്നുള്ളതാണ്. ഇനി മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജെയിംസ് ട്രാഫോർഡ് എന്ന ഗോൾ കീപ്പറെ തിരിച്ച് ബേൺലിയിൽ നിന്ന് തിരിച്ച് സിറ്റിയിലേക്ക് എത്തിക്കുന്നതിന് ശ്രമം നോക്കുന്നു എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ഓൾറെഡി ഉള്ള 2 ഗോൾ കീപ്പേഴ്സ്, സിറ്റിയുടെ ഓൾറെഡി മെയിൻ ആയിട്ടുള്ള 2 ഗോൾ കീപ്പേഴ്സിൽ ഒരാൾ പോവുകയാണെങ്കിലാണ് ഇത് നടക്കുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. സോ ഇനി ബേൺമത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബേൺമത്ത് ഈ ഒരു സീസൺ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ നോക്കുകയാണെങ്കിൽ ഡിഫൻഡേഴ്സിനെ വിറ്റ് കളയുന്ന ഒരു തിരക്കിലാണ്. അതിലേക്ക് ഈ ഇലിയാസ് സെബേർണിയുടെ കാര്യം പറയുകയാണെങ്കിൽ 70 മില്യൺ യൂറോസാണ് ഈ ഒരു പ്ലെയറിൻ്റെ സെയിലിൽ നിന്നും ബേൺമത്ത് നേടാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ബേൺമത്ത് കോട്ട് ചെയ്യുന്ന പ്രൈസ്. സോ പ്ലെയറും PSG ആയിട്ടൊക്കെ ഒരു ഏറെക്കുറെ അഗ്രിമെൻറ്റ്, പ്ലെയറിന് PSG ആണ് പ്രയോറിറ്റിയിൽ നിൽക്കുന്ന PSG ടോക്സ് ഒക്കെ വന്നതാണ്. ഇപ്പോൾ അതിലേക്ക് ടോട്ടനം ഒരു എൻട്രി വെച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ആൻഡ് ആ 70 മില്യൺ യൂറോസ് എന്ന് പറയുന്ന എമൗണ്ട് മാച്ച് ചെയ്യാനും മേ ബി ടോട്ടനം റെഡിയാണ് എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. പ്ലെയറിൻ്റെ കറണ്ട് പ്രയോറിറ്റി PSG ആണെങ്കിലും അത് പിന്നീട് മാറോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇനി നേരെ ഇറ്റാലിയൻ ലീഗിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ അറ്റ്ലാന്റയുടെ ലുക്മാൻ ഇന്റർ മിലാനുമായിട്ട് ഒരു ഡയറക്റ്റ് കോൺടാക്റ്റിന് ശേഷം പേഴ്സണൽ അഗ്രിമെൻ്റ് ഒക്കെ ഫുൾ എത്തി എന്നുള്ള, പേഴ്സണൽ അഗ്രിമെൻറ്റും കാര്യങ്ങളും സീൽ ചെയ്തു എന്നുള്ളതാണ്. സോ ഓൾറെഡി അറ്റ്ലാന്റയുടെ അടുത്ത് 40 മില്യൺ യൂറോസാണ്
ഇന്റർ മിലാൻ കോട്ട് ചെയ്തിരുന്നത്. പക്ഷേ തങ്ങൾക്ക് അതിൽ കൂടുതൽ വേണം എന്നുള്ള രീതിയിൽ അറ്റ്ലാന്റ ഉറച്ചു നിൽക്കുന്നു. സോ എന്തായാലും പ്ലെയറുമായിട്ട് പേഴ്സണൽ അഗ്രിമെൻ്റ് എത്തിയൊക്കെ കാര്യങ്ങളൊക്കെ എത്തിയ സ്ഥിതിക്ക് ഇനി ഉടനെ തന്നെ അതിലൊരു നീക്കുപോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പാർമ ഒരു 6 മില്യൺ യൂറോസിൻ്റെ ഒരു ബിഡ് ബൊറൂസിയ ഡോർട്ട്മണ്ട് ജിയോ റെയ്നയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളതായിട്ട് പറഞ്ഞു കേൾക്കുന്നു. ഫസ്റ്റ് ഇനീഷ്യൽ ബിഡാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഇനി മറ്റുള്ള ക്ലബ്ബുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫിയനോർഡിൻ്റെ ഡേവിഡ് ഹാങ്കോ എന്ന് പറയുന്ന ഡിഫൻഡർ 35 മില്യൺ യൂറോസിൻ്റെ 33 മില്യൺ യൂറോസ് പ്ലസ് ആഡ് ഓൺസ് എന്നുള്ള രീതിയിലാണ് ആ ഒരു പാക്കേജിന് അൽ നാസറിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ തന്നെ അൽ ഹിലാൽ, അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആയിരുന്നു. അൽ ഹിലാൽ ന്യൂകാസിലിൻ്റെ അലക്സാണ്ടർ ഇസാക്കിനെ നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സ് വന്നു. പക്ഷേ അതിനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 റിപ്പോർട്ട്സിൽ കണ്ടത് അലക്സാണ്ടർ ഇസാക്ക് ആ ഒരു പ്രപ്പോസലിനോട് ഗ്രീൻ ലൈറ്റ് പറഞ്ഞു എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സ് വന്നു. റൂമർ വന്നു, റിപ്പോർട്ടൊന്നും കൂട്ടണ്ട, റൂമർ വന്നു എന്നുള്ളതാണ്. എന്തായാലും അതിന് അത്ര അങ്ങോട്ട് ബലം കൊടുക്കുന്നില്ല. കാരണം അത്ര വിദൂര സാധ്യതയായിട്ടാണ് ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ അതെന്തായാലും 2-3 ദിവസം കഴിയണം കുറച്ചും കൂടി വ്യക്തത വരുത്താനായിട്ട്. സോ ആ ഒരു ഗ്രീൻ ലൈറ്റ് കൊടുത്തു എന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്ക് അത്ര വലിയ ഒരു വിശ്വാസം പോരാ എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ തന്നെ ലൂക്കാസ് വാസ്കസിൻ്റെ ഒഫീഷ്യൽ പ്രസ് കോൺഫറൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആൾ ഒഫീഷ്യലി റയൽ മാഡ്രിഡ് വിട്ടു പോയി എന്നുള്ളതാണ്. ബ്രയാൻ എംബൂമോൻ്റെ സൈനിങ്ങിന് ശേഷം മാൻ യുണൈറ്റഡ് അടുത്തതായിട്ട് ഒരു സ്ട്രൈക്കറെയാണ് കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ചെൽസിയുടെ നിക്കോളസ് ജാക്സൺ ആ ഷോർട്ട് ലിസ്റ്റിലുണ്ട് എന്നാണ് പരക്കെ ഒരു റൂമർ വരുന്നത്. ആൻഡ് ഓൾസോ ഒലിവ് വാട്കിൻസ്, ആസ്റ്റൺ വില്ലയുടെ ഒലിവ് വാട്കിൻസ് ഒക്കെ ആ ലിസ്റ്റിലുണ്ട്. മറ്റൊരുപാട് പേരുകളും ഉണ്ടാവും. എന്നാൽ ഈ 2 പേരുകളാണ് ഇപ്പോൾ ഏറെക്കുറെ പറഞ്ഞു കേൾക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ എവർട്ടൺ യുവൻറ്റസിൻ്റെ ഡഗ്ലസ് ലൂയിസിന് വേണ്ടി 30 മില്യൺ യൂറോസ് ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ യുവൻറ്റസിന് 40 മില്യൺ യൂറോസ് വേണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എവർട്ടൺ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ഈ പ്ലെയറിൻ്റെ പിറകെ കൂടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്ന ട്രാൻസ്ഫർ വിശേഷങ്ങളും കാര്യങ്ങളും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ കുറച്ചും കൂടി കിടന്ന് കറങ്ങും, കുറച്ചും കൂടി റീച്ച് മറ്റുള്ളവരിലേക്ക് കിട്ടും എന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇങ്ങനെ ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. ആൻഡ് അതേപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്ത് നമ്മുടെ ഈ ചാനലിനെ കുറിച്ചൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.